ചമ്മന്തി ഇങ്ങനെ തേച്ച് വെച്ച് അടിപൊളി ചമ്മന്തി സൂപ്പറായിട്ടുണ്ട്. ഇനി ഒരല്പം പുളി വേണം എന്ന് തോന്നുന്നു. നാരങ്ങനീരൊന്ന് പിഴിഞ്ഞ് വെച്ചാൽ മതി. ഞാൻ കുറച്ച് സോയ സോസ് ഒഴിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഇതൊന്നും വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. അപ്പൊ അങ്ങനെ വിജയകരമായി നമ്മള് വീറ്റ് മോമോസ് ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ ഇത് കണ്ടോ, നല്ല കിടിലൻ വീറ്റ് മോമോസ്. സാധാരണ മോമോസ് മൈദയിലാണ് ഉണ്ടാക്കുന്നത്. ആവിയിൽ വേവിക്കുന്നതാണെങ്കിൽ പോലും ആ മൈദ നമുക്കൊരു വിഷമാണ്. അപ്പം 100% ഹെൽത്തി ആയിട്ടുള്ള പനീർ കൊണ്ട് ഉണ്ടാക്കിയ പനീർ വീറ്റ് മോമോസ്, കൂടെ നല്ല എരിവുള്ള രുചിയുള്ള കിടിലൻ റെഡ് ചട്നി. എങ്ങനെയാ നോക്കുവല്ലേ? അപ്പൊ അതാ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. നമുക്ക് വേണമെങ്കിൽ ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ വെളിച്ചെണ്ണ വിട്ടൊരു കളിയില്ല. എണ്ണ ചൂടാകുമ്പോൾ ഒരു വലിയ സവള എണ്ണയിലോട്ടിടും. അതിന്റെ കൂടെ ഒരു 8-10 വെളുത്തുള്ളി കുഞ്ഞൂന്നരിയണം. അപ്പൊ അതേ ഇവിടെ അടുപ്പില് വെള്ളം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുക എന്തിനാണ്? അപ്പൊ മോമോസ് ഉണ്ടാക്കിയ പോരല്ലോ, നല്ല എണ്ണക്കേ നിന്നുണ്ടാവണം ചമ്മന്തി ഉണ്ടാക്കണം. അപ്പൊ മോമോസിന്റെ ചട്നി ഉണ്ടാക്കാൻ 2 തക്കാളി, ഒരു 10-15 ചുവന്ന മുളക്, ഒരു 5-6 വെളുത്തുള്ളി. വെള്ളം തിളച്ചു, തക്കാളി ചേട്ടനതേ അങ്ങോട്ട് ഇട്ടു. ശരിക്കും പിരിയമുളക് ആണെങ്കിൽ നല്ല കളറും ഉണ്ടാവും, എരിവ് കുറവായിരിക്കും. നമ്മൾ എരിവിന്റെ ആളായതുകൊണ്ട് വലിയ മുളക് ഇട്ടു. പിരിയമുളക് കഴിഞ്ഞു എന്ന് വേണമെങ്കിലും പറയാം. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കതേ ഇവനെ ഒന്ന് വാട്ടിയെടുക്കാം. അതിന്റെ കൂടെ നമുക്ക് പച്ചമുളക് ഇടാം. ഞാൻ പച്ചമുളക് ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അതേ പച്ചമുളക് ഇട്ടു. ബ്രൗൺ കളർ ആവണ്ട കേട്ടോ. നമ്മൾ ഏകദേശം എല്ലാം പച്ചക്ക് ദേ ഇവിടെ തിളച്ച ആളെ ഞാനൊന്ന് സിമ്മാക്കി വെച്ചു കേട്ടോ. ഇഞ്ചി കുറച്ചും കൂടെ കുഞ്ഞുഞ്ഞായിട്ട് അരിയണമായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടിട്ടുള്ളൂ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതിന് ഗ്രേറ്റ് ചെയ്തിട്ടാൽ മതി. ഇനി നമ്മുടെ ക്യാബേജ് 1 കപ്പാണ് വേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 1/2 കപ്പ് നമ്മുടെ വയലറ്റ് ക്യാബേജ്. ഈ വയലറ്റ് ക്യാബേജ് നല്ലൊരു ടേസ്റ്റ് അല്ലേ, കാണാനും നല്ല രസമല്ലേ. 1/2 കപ്പ് വെള്ള അല്ലെങ്കിൽ മഞ്ഞ ക്യാബേജ്. അപ്പൊ നമ്മുടെ ആള് തിളച്ച് സെറ്റായി. ഇനി നമുക്ക് അവന് അടച്ചു വെക്കാം. ക്യാബേജ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ പച്ചക്ക് കഴിക്കാം, നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. പക്ഷേ ക്യാബേജ് പണ്ടൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യായിരുന്നു കേട്ടോ. ക്യാബേജും കോളിഫ്ലവറും ഒക്കെ നമ്മുടെ ഫ്രണ്ടിലെ ഗ്രൗണ്ടിൽ. പിന്നെ പുഴുവെന്നെല്ലാം തിന്നപ്പോൾ ഞാനത് നിർത്തി, പ്രതിഷേധം രേഖപ്പെടുത്തി. അപ്പൊ ഒരു 1/4 കപ്പ് ക്യാപ്സിക്കം. ഇതൊക്കെ ഒരു അല്പം കൂടിയാലും കുറഞ്ഞാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ വീട്ടിൽ ക്യാപ്സിക്കം ഇല്ല. അന്നമ്മോ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ക്യാപ്സിക്കം വേണ്ട. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പനീർ മോമോസ് ആണ്. അപ്പൊ പറ്റാവുന്ന വെജിറ്റബിൾ അതിൻ്റെ അകത്ത് ഇടുക എന്നുള്ളതാണ് നമ്മുടെ മന്ത്രം. ആവശ്യത്തിന് കല്ലുപ്പ് നന്നായിട്ട് അങ്ങ് വഴട്ടി സെറ്റാക്കി. കുറച്ച് പച്ചമുളകല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒരു നല്ല വലിയ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടു. ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. എന്തായാലും കുഴപ്പമില്ല, ചിക്കൻ ഇല്ല കേട്ടോ ചിക്കൻ മസാലയിൽ. നീ അങ്ങനെ വിചാരിക്കണ്ട വെജിറ്റേറിയൻകാർ. തീ ഒന്ന് കുറയ്ക്കുക. നമ്മുടെ പനീർ ഒന്ന് പൊടിച്ചത് മിക്സിയിലൊന്ന് കലക്കിയാൽ മതി, കൈ കൊണ്ട് പൊടിച്ചാൽ മതി. ഒരു 1.5 കപ്പ്, 1 കപ്പ് ഇട്ടാലും മതി. ഞാൻ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പനീർ ഇടുമ്പോൾ അതിൻ്റെ ഒരു മണം വേറെ ലെവലല്ലേ. സാധാരണ മോമോസ് അപ്പുറത്തെ ആ മാവുണ്ടല്ലോ, അത് നമ്മൾ സാധാരണ നോർമലി മൈദയും കൊണ്ടാണ് നല്ല രസമായിട്ട് ഇങ്ങനെ ഞൊറിഞ്ഞിരിക്കുക. നമുക്ക് കുറച്ച് രസമായിട്ട് ഞൊറിഞ്ഞിരുന്നാൽ മതി. കാരണം അപ്പൊ ഞാൻ 1/4 കപ്പ്, 1.5 കപ്പാണ് മൊത്തം ഡോ എടുത്തേക്കുന്നത്. അതിന് ഒരു കപ്പോളം ഗോതമ്പ് മാവും 1/2 കപ്പ് മൈദ മാവും എടുത്തു. ഇത് ഏകദേശം മതി. തീ ഓഫ് ചെയ്തു. സിമ്പിൾ അല്ലേ പരിപാടി മോമോസ് ഒക്കെ. അപ്പൊ ഓഫ് ചെയ്തതിന് ശേഷം നല്ല ഫ്രഷ് മല്ലിയില കേട്ടോ. മല്ലിയില ഇങ്ങനെ ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ മാവ് പരത്തി ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ആവിയിൽ അങ്ങ് വേവിക്കണം. അപ്പൊ ഞാൻ അടച്ചു വെച്ച വെള്ളത്തെ നൂറ്റിയെടുത്തു. അത് ഇനി നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാം. അതിന്റെ കൂടെ ഞാൻ കുറച്ച് ഫ്രഷ് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ശരിക്കും വേണ്ടവർക്ക് കുറച്ച് പഞ്ചസാര ഇടാം ഉപ്പിൻ്റെ കൂടെ. എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇടുന്നില്ല. വേണമെന്നുള്ളവർക്ക് കുറച്ച് സോയാ സോസ് ഒഴിക്കാം, അതും എനിക്ക് വേണ്ട. പിന്നെ ഇനി പുളി വേണം എന്നുള്ളവർക്ക് കുറച്ച് വിനാഗിരിയോ നാരങ്ങനീരോ ഒഴിക്കാം. ഞാനിതൊന്നുമില്ല, വെറുതെ മാത്രം. ഓക്കെ, ഇതൊന്ന് അടിച്ചെടുത്ത് വെച്ച് വരാം. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഗോതമ്പ് പൊടി അതിൻ്റെ മുകളിലൊന്ന് കുഴച്ച് വെച്ചിട്ടോ. ഒരു 20 മിനിറ്റ് കുഴച്ച് വെച്ചതാണ്. ലൂസായ പോലെ വന്നു. നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് വളരെ നൈസായിട്ട് കേട്ടോ പരത്തിയെടുക്കും. വളരെ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിരിക്കണേ. വെറുതെ നൈസായ പോലെ എല്ലാ ഭാഗവും ഒരേപോലെ നൈസാവും. ചേട്ടാ ഷേപ്പായ ചേട്ടാ, യെസ്. ഗ്യും അതിനൊരു ചോറ്റുപാത്രത്തിന്റെ അടപ്പോ ഒക്കെ എടുത്ത് നമുക്കത് ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് വലിയ ആർഭാടാക്കാൻ ഒരുപാട് തള്ളിക്കയറ്റരുത് കേട്ടോ. മോമോസ് ഇങ്ങോട്ട് തള്ളിപ്പോരുവേ. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഇത് സൗകര്യം പോലെയൊക്കെ ഞൊറിയും. നമ്മുടെ അമ്മാമ്മമാരുടെ കയ്യിലുള്ള പൊതി പോലെ നുറ്റിയെടുത്ത് താഴെ നിന്ന് വന്നില്ലെങ്കിൽ ഞാൻ 3G ചെയ്യുന്നത് നിങ്ങൾ പറയും. പക്ഷെ കഷ്ടി. പക്ഷേ ഭയങ്കര നൈസായി. കുറച്ചും കൂടെ കനം വെക്കാമെന്ന് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവം എന്നറിയോ, പൊട്ടിപ്പോവും. അപ്പൊ മൊത്തത്തില് 12 വീറ്റ് മോമോസ് കിട്ടി. അതില് അത്യാവശ്യം എല്ലാവരും തിന്നു. ഇനി ബാക്കി 4, 3, 7, 8, 9 3 ഇവരൊക്കെ കൂടെ തിന്നു കേട്ടോ. ബാക്കി 2 മോമോസ് പൊട്ടിപ്പോയി. ഫസ്റ്റ് ഞാൻ പരത്തിയപ്പോൾ ഭയങ്കര നൈസായി അടിയിൽ കൂടുതൽ അതിൻ്റെ ഉള്ളിലെ മസാല വെച്ച് ആർഭാടം കാണിച്ചതാണ്. അപ്പൊ അതിൻ്റെ അടി പൊട്ടിപ്പോയെന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ ആയിപ്പോയി. കണ്ടാ അതിന്റെ സാധനമൊക്കെ ഉള്ളിൽ വന്നു. കുഴപ്പമില്ല, തിന്നു നോക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല. 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. മൈദയുടെ മോമോസ് ആണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഓക്കെ, കംപ്ലീറ്റ് മൈദയാണെന്നുള്ള ഒരൊറ്റ പ്രശ്നമുള്ളൂ. ഇത് ഗോതമ്പ് മാവ് ആയതുകൊണ്ട് അതിൻ്റെ ആ മൈദയുടെ അത്ര സോഫ്റ്റ് അല്ല, ഉള്ള കാര്യമുള്ള പോലെ പറയണല്ലോ. പക്ഷെ നമ്മൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ, അപ്പോൾ പുറത്ത് പോയ സാധനമൊക്കെ ഞാൻ ഉള്ളിൽ കയറ്റി, ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ നമുക്ക് ഏതാണ് നല്ലത്? നമുക്കല്ല കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതാണ് നല്ലത്. അപ്പം നമ്മുടെ ചമ്മന്തി ഇങ്ങനെ തേച്ച് വെച്ച് ടേസ്റ്റിന് ഒരു കുറവില്ല കേട്ടോ. അടിപൊളി ചമ്മന്തി സൂപ്പറായിട്ടുണ്ട്. ഇനി ഒരല്പം പുളി വേണം എന്ന് തോന്നുന്നു. നാരങ്ങനീരൊന്ന് പിഴിഞ്ഞ് വെച്ചാൽ ഞാൻ കുറച്ച്
സോയ സോസ് ഒഴിച്ചാൽ മതി കേട്ടോ. പക്ഷെ ഇതൊന്നും വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിവുണ്ട്. അപ്പൊ അങ്ങനെ വിജയകരമായി നമ്മൾ വീറ്റ് മോമോസ് ഉണ്ടാക്കിയിരിക്കുന്നു. ഇത് അടിയിൽ ഉള്ളത് പൊട്ടിപ്പോയാൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. 12 എണ്ണം ഒരുമിച്ച് വെക്കാനുള്ള വിസ്താര ഈ പാത്രത്തിനുള്ള. എനിക്ക് 2 തവണ വെക്കാനുള്ള മേടിക്കും. ഞാൻ ഒരു 6 എണ്ണം വെച്ചിട്ട് അതിന്റെ മുകളിൽ വേറെ 6 എണ്ണം വെച്ചപ്പോൾ അമ്മങ്ങിപ്പോയി. ഉണ്ട് കാരണം കേട്ടോ. നിങ്ങൾ നല്ല സമാധാനമായിട്ട് ഉണ്ടാക്കിയാൽ മതി. സമയം എടുത്ത് ഒന്നൊന്നും മുട്ടാതെ വെച്ചിട്ട് ആവിയിൽ വെച്ചാൽ പൊട്ടിപ്പോകത്തില്ല. കുട്ടികൾ കൂടി നീട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ പലഹാരം എൻ്റെ കൂടെ ഒരു നല്ല വലിയ ഗ്ലാസ് ഫിൽറ്റർ കോഫിയോ ചായയോ പാലോ നിങ്ങൾക്ക് കൊടുക്കാം. സ്നാക്സ് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയൊരു സാധനം. ആവിയിൽ വേവിച്ചതായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. ഡയറ്റ് ചെയ്യുന്നവർക്കും ബെസ്റ്റാണ്. കാര്യമായിട്ടൊന്നും എണ്ണയും വെണ്ണാക്കും ഒന്നും ചേരുന്നില്ല. അപ്പൊ എങ്ങനെയുണ്ട്? സിമ്പിൾ റെസിപ്പി, ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഹെൽത്തി റെസിപ്പി. ഇഷ്ടമായോ? ഇഷ്ടമായ പിന്നെ ഒന്നും നോക്കാനില്ല, ഷെയർ ചെയ്യണം. അപ്പൊ അടുത്തൊരു കിടിലൻ ഹെൽത്തി വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം അന്നമ്മ.